CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al-Shifa സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ് ആലുക്കാസിൽ മാത്രം. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al-Shifa സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ് ആലുക്കാസിൽ മാത്രം. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN ചാനലിന്റെ പ്രാദേശിക വാർത്തകളിലെ അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 15ാം വാർഷികാഘോഷവും അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ സഹകരണ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 15ാം വാർഷികാഘോഷവും അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ഒക്കെ കൂടി വന്ന ഒരു കാലത്താണ് അലനല്ലൂരിലെ ജനങ്ങളുടെ സുഹൃത്തായി ഈ ബാങ്ക് പ്രവർത്തിച്ചതുകൊണ്ട് അവരുടെ വലിയ പിന്തുണയിൽ പുതിയ ഒരു നല്ല മനോഹരമായ ഓഫീസ് സംവിധാനത്തിലേക്ക് ഈ ബാങ്കിന് മാറാൻ സാധിച്ചത്. ഇതിന്റെ ജനകീയമായ ഇടപെടലുകൾ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതുതന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രസിഡന്റ് അജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി, ഡയറക്ടർമാർ എല്ലാവരും നല്ല ജനകീയ ബന്ധമുള്ളവരാണ്. ഈ പ്രദേശത്തെ ആളുകളുടെ ഏതൊരു സാമ്പത്തിക ആവശ്യത്തിനും വലിയ സങ്കീർണമായ നടപടിക്രമങ്ങളില്ലാതെ അവർ പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നവരാണ്. അത്തരം സഹകരണ സ്ഥാപനങ്ങളോട് എന്നും ജനങ്ങൾക്ക് വളരെ വലിയ മതിപ്പും ഇഷ്ടവും താല്പര്യവും അടുപ്പവും ഒക്കെ ഉണ്ടാവും. അത് അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാര്യത്തിൽ ഉണ്ട് എന്ന് എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ്. ലോക്കർ ഉദ്ഘാടനം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബുവും ലാഭവിഹിത വിതരണോദ്ഘാടനം മണ്ണാർക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ M. പുരുഷോത്തമനും നിർവഹിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളത്തിലത അധ്യക്ഷയായി. സാധാരണക്കാരന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘം സാമൂഹ്യാരോഗ്യ മേഖലകളിലും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ബിരുദ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ പഠന സൗകര്യം നൽകുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുമായി വിദ്യാമിത്രം, ക്യാൻസർ രോഗികൾക്ക് കൈത്താങ്ങേകുന്ന കോഴിക്കോട് MVR ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ക്യാൻ കെയർ പദ്ധതി എന്നിവ ശ്രദ്ധേയമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഹംസ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ V. അബ്ദുൾ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ B. ആറാട്ടുതൊടി, K. മുസ്തഫ, അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. അബൂബക്കർ, കുമരംപുത്തൂർ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് V. പ്രഭാകരൻ, അലനല്ലൂർ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ആലായൻ അബ്ദുൾ റഷീദ്, ടോമി തോമസ്, K. വേണുഗോപാൽ, K. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ജയകുമാർ, വ്യാപാരി നേതാവ് ലിയാഖത്ത് അലി, PM. ദാമോദരൻ നമ്പൂതിരി, P. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. സംഘം പ്രസിഡന്റ് V. അജിത് കുമാർ സ്വാഗതവും സംഘം സെക്രട്ടറി OV. ബിനേഷ് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന വേളയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. CCN ചെത്തല്ലൂർ.
തച്ചനാട്ടുകര 53-ാം മൈലിൽ കെയർ ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചു. തികച്ചും ഗ്രാമീണ മേഖലയിലെ ഉപഭോക്താക്കളുടെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന രീതിയിലാണ് സ്വർണം, വെള്ളി എന്നിവയുടെ മഹനീയ കലവറ ഒരുക്കിയിരിക്കുന്നത്. തച്ചനാട്ടുകര 53-ാം മൈലിൽ കെയർ ഗോൾഡ് എന്ന സ്ഥാപനം ആരംഭിച്ചു. തികച്ചും ഗ്രാമീണ മേഖലയിലെ ഉപഭോക്താക്കളുടെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന രീതിയിലാണ് സ്വർണം, വെള്ളി എന്നിവയുടെ മഹനീയ കലവറ ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം വിവിധ ഡിസൈനുകളിൽ ആഭരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 100% 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നും പ്രൊപ്പറേറ്റർമാരായ കൂളാക്കോശി രാജേഷ്, വിജിത രാജേഷ്, രബീഷ് കുമാർ, രമ്യ രബീഷ് എന്നിവർ അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന കെയർ ഗോൾഡിന്റെ ഉദ്ഘാടനം വിദ്യാർത്ഥികളായ നിവിൻ രാജ്, അവനീത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗമായ കൂളാക്കുറിശി ബാലഗോപാലൻ സ്വർണ്ണാഭരണം ജിഷയ്ക്ക് നൽകി കടയിൽ നിന്നുള്ള ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബിൽഡിംഗ് ഓണർ മൊയ്തീൻകുട്ടി ഹാജി, തച്ചനാട്ടുകര വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായ മുഹമ്മദ്, മജീദ്, TSS പ്രതിനിധികളായ മോഹൻദാസ്, വേലായുധൻ, അജീഷ്, രാഘവൻ, ശങ്കരനാരായണൻ, രാമകൃഷ്ണൻ, ഗംഗാധരൻ, വിദ്യാധരൻ, സുബീഷ് കുമാർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രദേശത്തെ മറ്റു വ്യാപാരികളും വിവിധ രാഷ്ട്രീയ പൊതുപ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. കെയർ ഗോൾഡ് എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. CCN, ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട C. രാജികയ്ക്ക് സ്വീകരണം നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജു ശങ്കറിന് യാത്രയയപ്പും സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട C. രാജികയ്ക്ക് അനുമോദനങ്ങളും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN ഷാജു ശങ്കറിന് യാത്രയയപ്പും സംഘടിപ്പിച്ചു. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിച്ചാൽ, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാത്രി 10 മണിക്ക് നിങ്ങൾ വിളിച്ചാലും ചിലപ്പോൾ ഞാൻ വരും. കാരണം അങ്ങനെ ഒരു ഫോർമലി ആയിട്ടാണ് ഞാൻ ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ആ സമയത്തെങ്കിലും വന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എന്നെ നല്ലൊരു മികച്ച ജനപ്രതിനിധിയാക്കി വളർത്തുന്നതിന് എല്ലാ നിർദ്ദേശങ്ങളും പറഞ്ഞു തന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും. KP ജ്യോതി അധ്യക്ഷത വഹിച്ചു. C. രാജിക, MC സത്യഭാമ, വിജയകൃഷ്ണ, അജിത, ഷീജ, വിജയലക്ഷ്മി, ബിന്ദു, ദേവകി, രജനി, രത്നകുമാരി എന്നിവർ പങ്കെടുത്തു. CCN, കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റിന്റെയും യുറീക്ക ബാലവേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വലമ്പിലിമംഗലം ALP സ്കൂളിൽ വെച്ച് കുട്ടികൾക്കായി രചനാശില്പശാല നടത്തി. ഒറ്റപ്പാലം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 38 കുട്ടികളാണ് ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തത്. ഒറ്റപ്പാലം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 38 കുട്ടികളാണ് ഏകദിന ശില്പശാലയിൽ പങ്കെടുത്തത്. C. രാധാകൃഷ്ണൻ, K. മനോഹരൻ, PM നാരായണൻ എന്നിവർ ശില്പശാല നയിച്ചു. കുട്ടികളുടെ സർഗാത്മക വാസനകളുടെ പരിപോഷണത്തിനായി നടത്താൻ ഉദ്ദേശിക്കുന്ന തുടർ പരിപാടികളിൽ വായനയും എഴുത്തും എന്ന 1-ാം ഘട്ടമാണ് നടന്നത്. എനിക്ക് എഴുതാറിയില്ല, എനിക്കത് പറ്റില്ല എന്നുള്ള നമ്മൾ വിചാരിക്കണതാവും അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ആ രീതി പറഞ്ഞ് മറ്റുള്ളവർ അയാളെ മറവിക്കാരനാക്കുമ്പോഴാണ് അയാൾ സ്വയം തോന്നിക്കുകയാണ് ഞാൻ മറവിക്കാരനാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നിനക്ക് പാടാൻ പറ്റില്ല. രാവിലെ 10 മണിക്ക് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം K. സുമതി, പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ബാലസുബ്രഹ്മണ്യൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ A. ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. വാർഡംഗം M. ഗിരിജ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി TM അനുജൻ സ്വാഗതവും N. വാസുദേവൻ നന്ദിയും പറഞ്ഞു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത്. CCN, കടമ്പഴിപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവിൽ ചരക്ക് ലോറി മറിഞ്ഞ് അപകടം. കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് ഗോതമ്പ് തവിടുമായി പോകുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
കോഴിക്കോട് പാലക്കാട് ദേശീയപാത ആര്യമ്പാവിൽ നിയന്ത്രണം തെറ്റിയ ലോറി നടുറോഡിൽ മറിഞ്ഞു വീണു. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ദിശ മാറി വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ലോറി പെട്ടെന്ന് വെട്ടിച്ചെടുത്തതാണ് മറിയാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തു നിന്നും തവിട് കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പോലീസും നാട്ടുകാരും ചേർന്ന് ഗതാഗത തടസ്സം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. CCN മണ്ണാർക്കാട്. വിവാദമായ കടയുടമകൾക്ക് പുതിയ കെട്ടിടത്തിൽ റൂം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ഫായിദ ബഷീർ. പുതിയ ഓഫീസ് സമുച്ചയം പണിയുന്നതിൽ ഓട്ടോ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 32 വ്യാപാരികളാണ് മുൻ മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ പിടിവാശിയെ തുടർന്ന് പ്രതിസന്ധിയിലായത്. നിലവിൽ ബിൽഡിംഗുകൾക്ക് ബലക്കുറവാണോ എന്ന് കാണിച്ചായിരുന്നു വ്യാപാരികളെ ഒഴിപ്പിക്കാൻ തീരുമാനമായത്. ഇതേ തുടർന്ന് 29 വ്യാപാരികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു. നിലവിൽ ബിൽഡിംഗിലെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ മുനിസിപ്പാലിറ്റി ഭരണസമിതി വ്യാപാരികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. നിലവിൽ പ്രതിസന്ധിയിലായ വ്യാപാരികൾക്ക് പുതിയ കെട്ടിടത്തിൽ റൂമുകൾ നൽകുന്നതിനെക്കുറിച്ചാണ് ആലോചന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഫായിദ ബഷീർ വ്യാപാരികളുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. നിലവിലെ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ്. എന്നിരുന്നാലും കേസൊക്കെ നിലനിൽക്കെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ട്. അപ്പോൾ അതിൽ കോടതിയോട് ബന്ധപ്പെട്ട് കോടതിയുടെ അനുവാദത്തോടുകൂടി അവർക്കൊരു പരിഗണന കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. അതുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ്. അവരോട് മുനിസിപ്പാലിറ്റിക്ക് ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല. അപ്പോൾ അത് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. അതേസമയം മുനിസിപ്പാലിറ്റിയുടെ പുതിയ കെട്ടിടം വരുന്നതോടെ ഓട്ടോ തൊഴിലാളികൾ പ്രതിസന്ധിയിലാവുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മുനിസിപ്പാലിറ്റി ഉദ്ദേശിക്കുന്നത് നല്ല വികസനം നടപ്പാക്കുക എന്നുള്ളതാണെന്നും ഓട്ടോ തൊഴിലാളികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട കടമ മുനിസിപ്പാലിറ്റിക്കുണ്ടെന്നും വികസന കാര്യത്തിൽ ജനപ്രതിനിധികൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾ നോക്കിക്കാണുമെന്നും ഫായിദ ബഷീർ കൂട്ടിച്ചേർത്തു. ഓട്ടോ സ്റ്റാൻഡിനെ സംബന്ധിച്ച് നിലവിലുള്ള ഓട്ടോറിക്ഷക്കാരെ മാറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ബോർഡിൽ അങ്ങനെ തീരുമാനം വന്നിട്ടില്ല. അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുമ്പോൾ അതിലൊരു ഭാഗം അണ്ടർഗ്രൗണ്ട് പണിത് കഴിഞ്ഞാൽ അതിലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവും. അപ്പോൾ ഓട്ടോ പാർക്കിംഗ് അവിടെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു എൻട്രൻസ് ആ കോൺക്രീറ്റ് റോഡിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാർക്കിംഗ് ഏരിയയായി. അത് പിന്നെ ആളുകൾക്ക് ഒരു 3-4 ഓട്ടോറിക്ഷ കയറ്റിട്ട് കഴിഞ്ഞാൽ ഒരു ലൈനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷ പോകുമ്പോൾ മറ്റേ കയറ്റിട്ടുകൊണ്ട് വളരെ ഒരു സുരക്ഷിതമായ ഒരു പാർക്കിംഗ് സംവിധാനം അവർക്ക് ഒരുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കൂ. CCN മണ്ണാർക്കാട്. ഫലവൃക്ഷ തൈകളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും മണ്ണൂത്തി അഗ്രികൾച്ചർ ഫാമും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് GMUP സ്കൂളിൽ വെച്ചായിരുന്നു ഫലവൃക്ഷ തൈകളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നത്. ജനുവരി 19-ന് പ്രദർശനമേള സമാപിച്ചു. കോവിഡ് രാജ്യത്ത് ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും സ്വന്തം ആവശ്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള പ്ലാവ്, തെങ്ങ്, പേര, ചാമ്പ, നെല്ലി, ഞാവൽ, റംബൂട്ടാൻ തുടങ്ങി 300-ൽ പരം ഇനങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ ജൈവവളങ്ങൾ, കീടനാശിനി, പച്ചക്കറി വിത്തുകൾ എന്നിവയും പ്രദർശനത്തിലുണ്ട്. മണ്ണുത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയും മണ്ണുത്തിയിലെ ഏറ്റവും നല്ല സ്ഥാപനമായ സൗത്ത് സൺ അഗ്രികൾച്ചർ ഫാം സംയുക്തമായി മണ്ണാർക്കാട് പ്രകൃതി സ്നേഹികൾക്കും കർഷകർക്കും ആവശ്യമായ മേൽത്തരം നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് മണ്ണാർക്കാട് മാപ്പിള UP സ്കൂളിൽ ഇപ്പോൾ ഈ മാസം 19-ാം തീയതി വരെ, ഇന്നലെ മുതൽ തുടങ്ങി 19-ാം തീയതി വരെ 300-ൽ പരം ഫലവൃക്ഷ തൈകൾ, ഔഷധസസ്യങ്ങൾ, വിദേശ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി വിത്തുകൾ, അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചക്കയുടെയും പാഷൻ ഫ്രൂട്ടിൻ്റെയും നല്ല നാടൻ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാവുന്ന നല്ല നല്ല നാടൻ വിഭവങ്ങൾ, സ്കാഷ്, അതുപോലുള്ള സാധനങ്ങൾ, ഗ്രോ ബാഗുകൾ, കർഷകർക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു പ്രദർശനവും ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു വിൽപ്പനയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കളത്തോട്ടം ഒരുക്കുന്നതിനാവശ്യമായ വിത്തുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. CCN മണ്ണാർക്കാട്.
UDF തകരുകയും BJP മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്താൽ LDFന് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവും. അതുകൊണ്ടാണ് UDF തകർന്നു എന്ന് LDF അനുഭാവികൾ പ്രചരിപ്പിക്കുന്നതെന്ന് N. ഷംസുദ്ദീൻ MLA. ശനിയാഴ്ച മണ്ണാർക്കാട് വെച്ച് നടന്ന UDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണ യോഗത്തിലാണ് MLA ഇക്കാര്യം പറഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് പാറ്റേൺ വേറൊന്നാണ്. അതാണ് കേരളം. അത് പറയുന്നവർക്കും അറിയാം. പക്ഷെ അവർക്കിതൊരു കച്ചിത്തുരുമ്പാണ്. അതുകൊണ്ടാണ് അവരിത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. UDF ഒക്കെ തകർന്നു പോയി, ഇനി UDFന്റെ സ്ഥാനത്ത് BJP വന്നാൽ കൊള്ളാം എന്ന് LDFനുണ്ട്. അതെന്തിനാ? UDF നാമാവിശേഷമായ ആ സ്ഥാനത്ത് BJP വന്നാൽ അതിലൊരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് LDF സ്നേഹിതന്മാർ, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF തകർന്നില്ലേ, ഇനി അവിടെ BJP ആണ് വരുന്നത്. പുറത്തേക്ക് അവർ പറയും ഞങ്ങൾക്ക് അതിൽ വലിയ ആശങ്കയുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിൽ സന്തോഷമാണ്. എന്താ ഇതിൻ്റെ കാരണം? UDF തകരുകയും BJP മുഖ്യ പ്രതിപക്ഷമാവുകയും ചെയ്താൽ LDFന് ഒരു 2-3 തവണ ഭരണ തുടർച്ച. അങ്ങനെ ഒരു രാഷ്ട്രീയം അവിടെ അതിൽ കാണുന്നുണ്ട്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യമായ അന്തരീക്ഷം അങ്ങനെയാണ്. ന്യൂനപക്ഷങ്ങൾ ഏകദേശം പകുതിയോളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ BJPയെ കാട്ടി പേടിപ്പിച്ച് ഭരണ തുടർച്ച ഉണ്ടാക്കാമെന്നാണ് CPM സ്വപ്നം കാണുന്നത്. അതാണ് ഇവർ തമ്മിൽ വളരെ ബായിയാണ്. പുറത്തേക്ക് കടിച്ചു കീറുന്നത് പോലെ കാണിക്കും, പക്ഷെ ഉള്ളിൽ ബായിയാണ്. ഇപ്പോൾ കാസർഗോഡൊക്കെ ചില പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പരസ്പരം വോട്ട് ചെയ്ത കഥകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ UDF തകർന്നിട്ടില്ലട്ടോ. കേരളത്തിൽ 21,000 മെമ്പർമാരാണ് ആകെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ. അതിൽ CPMന് 8,000 ചില്ലാനം മെമ്പർമാരുണ്ട്. CPIക്ക് 1,000 ചില്ലാനം മെമ്പർമാരുണ്ട്. ചില്ലാനം നമ്മൾ വിടുക, കണക്കൂട്ടാനുള്ള എളുപ്പത്തിന് 8,000, 1,000, 9,000 മെമ്പർമാർ ഇടതുപക്ഷത്തിനുണ്ട്. കോൺഗ്രസിന് 5,500 മെമ്പർമാരുണ്ട്. ലീഗിന് 2,148 മെമ്പർമാരുണ്ട്. 48 വിടാം, 2,100 എടുത്തോ. 5,500, 2,100, 7,600 മെമ്പർമാർ നമുക്കുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ കക്ഷികളെല്ലാം കൂടി കൂട്ടിയാൽ 8,000 മെമ്പർമാർ UDFനുണ്ട്. CPMനോ ഇടതുമുന്നണിക്കോ 9,000 ചില്ലാനം മെമ്പർമാർ അവർക്കുണ്ട്. എത്ര വ്യത്യാസം? 1,000 ചില്ലാനം മെമ്പർമാരുടെ വ്യത്യാസമുള്ളൂ. ജനങ്ങളുടെ വിഷയങ്ങളിൽ സധൈര്യം ഇടപെടണമെന്നും ജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിലുള്ള വലിയ കണ്ണികളാണ് ജനപ്രതിനിധികളെന്നും N. ഷംസുദ്ദീൻ MLA. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് വെച്ച് നടന്ന ജനപ്രതിനിധികൾക്കുള്ള സ്നേഹാദരവും സാരഥി സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പറയാൻ നമുക്ക് അവസരം ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ എല്ലാവരെയും വിശദീകരിച്ച് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥ ഭരണത്തിനും ഇടയിലുള്ള ഒരു വലിയ കണ്ണിയാണ് ഓരോ ജനപ്രതിനിധിയും. അപ്പൊ ജനങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നത് അതിനാണ്, ഓരോ പ്രശ്ന പരിഹാരം. അപ്പൊ നിങ്ങൾ സദൈര്യം ഇടപെടണം. ഞാൻ കോട്ടപ്പാടം പഞ്ചായത്തിൽ ഇന്ന വാർഡ് മെമ്പറാണ്, കളക്ടറെ വിളിക്കാം. കളക്ടർ നമ്മുടെ എല്ലാവരും കളക്ടർ ഇങ്ങനെ ഒരു പ്രശ്നം, കളക്ടർ ഇടപെടേണ്ടതാണ്. താലൂക്ക് ഓഫീസർ ഇടപെടേണ്ട കാര്യത്തിൽ നമ്മൾ വിളിക്കേണ്ട കാര്യം. അപ്പൊ ആദ്യം ഏതൊക്കെയാണ് വിഷയം, ആരൊക്കെ ഇടപെടേണ്ടതെന്ന് നിങ്ങൾക്കൊരു ബോധ്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ഉള്ള ഒരു കാര്യമാണ്. പരിശീലനവും ബന്ധപ്പെടുകയൊക്കെ ഈ 2-3 മാസം കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല എഫക്റ്റീവ് മെമ്പറായി, ഒരു എഫക്റ്റീവ് പ്രസിഡന്റായി തീരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങളുടെ കാലയളവിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തി അതാണ് നിങ്ങളുടെ സ്മരണ, അതാണ് നിങ്ങളുടെ ബാക്കിപത്രം എന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ്. കോട്ടോപ്പാടം ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് ടീം ഫോർ എംപവറിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾക്കുള്ള സ്നേഹാദരവും സാരഥി സംഗമവും നടന്നത്. കോട്ടോപ്പാടം പഞ്ചായത്ത് പരിധിയിലെ ജനപ്രതിനിധികൾക്കുള്ള സ്നേഹാദരവും സാരഥി സംഗമവും സംഘാടന മികവിലും വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി.
കോട്ടോപ്പാടം KAH ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി രക്ഷാധികാരിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുമായ A. അബൂബക്കർ, പ്രസിഡന്റ് ഹമീദ് കൊമ്പത്ത്, സെക്രട്ടറി അസീസ് കോട്ടോപ്പാടം, O. മുഹമ്മദ് അലി മിഷ്കാത്തി എന്നിവരടങ്ങിയ പ്രസീഡിയം ചടങ്ങ് നിയന്ത്രിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഉമ്മുസൽമ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, ജില്ലാ പഞ്ചായത്ത് അംഗം A. മെഹർബാൻ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തെക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സാമൂഹ്യ മുന്നേറ്റത്തിനായി ഗേറ്റ്സ് ഈ വർഷം നടപ്പാക്കുന്ന കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടത്തി. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. യൂസഫ് ഹാജി, രാധാകൃഷ്ണൻ UDF മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട UDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകിയത്. മണ്ണാർക്കാട് വെച്ച് നടന്ന പരിപാടി VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാം ജനങ്ങൾ വലിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏൽപ്പിച്ചിരിക്കും. നമുക്കറിയാം, ഈ അധികാര വികേന്ദ്രീകരണം നിങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകളായി നിങ്ങളെ മാറ്റുകയാണ്. UDFന്റെ പ്രതിനിധികൾ 5 വർഷക്കാലം നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി നിർവഹിക്കണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. നിങ്ങളുടെ പ്രവർത്തനം സുതാര്യമായിരിക്കും, നിങ്ങളുടെ പ്രവർത്തനം ജനകീയമായിരിക്കും, രാഷ്ട്രീയത്തിനതീതമായി നാടിൻ്റെ പുരോഗതിയിലും വികസനത്തിലും നിങ്ങൾ സർവദാ എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മിടുമിടുക്കരായിട്ടുള്ള ജനപ്രതിനിധികളായി മാറും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ TS സലാം അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. തുടർന്ന് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ അനുമോദിച്ചു. CCN മണ്ണാർക്കാട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം തൃക്കങ്ങോട് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ DCC ജനറൽ സെക്രട്ടറി V. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആമയൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കാരക്കുന്ന് 32 അവസാനിച്ചു. കർഷക കോൺഗ്രസ് തൃക്കലങ്ങോട് മണ്ഡലം പ്രസിഡന്റ് സലീം പാലക്കൽ അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ, തൃക്കലങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K. ജയപ്രകാശ് ബാബു, കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഉസ്മാൻ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നാണിപ്പ, സത്യൻ മരത്താണി, P. ലുക്മാൻ, ഉമ്മർ തരിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. എടപ്പാൾ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ 8ാമത് പുരസ്കാരം മലപ്പുറം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ NK പ്രേമചന്ദ്രൻ MPക്ക് കൈമാറി. അനീതിക്കെതിരെ ആത്മാർത്ഥമായി പോരാടുന്നവരെ സമൂഹത്തിന് മുന്നിൽ ആദരിക്കേണ്ടത് അനിവാര്യമാണെന്നും അത്തരം അപൂർവ വ്യക്തികളിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ എന്നും തങ്ങൾ പറഞ്ഞു. ശിഹാബ് തങ്ങൾ പുരസ്കാര സമർപ്പണം കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒട്ടനവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നടത്തി വന്നിട്ടുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനം സമൂഹത്തിലെ പാവപ്പെട്ട നിർധരരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എന്താണ് അവർക്ക് ആവശ്യം അത് അവർക്ക് കൊടുക്കുക എന്ന റിലീഫ് സെൽ 8 വർഷമായി നടത്തി വരുന്നുണ്ട്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MP, ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കഥാകൃത്ത് P. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അബ്ദുറഹിമാൻ രണ്ടത്താണി, ഇബ്രാഹിം മുദൂർ, വെന്നിയൂർ മുഹമ്മദ് കുട്ടി, അഹമ്മദ് സജു, IP ജലീൽ, VK മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പുരസ്കാരമായി ലഭിച്ച ക്യാഷ് അവാർഡ് 1,11,011 രൂപ എടപ്പാൾ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി NK പ്രേമചന്ദ്രൻ MP തിരികെ നൽകി. ശിഹാബ് തങ്ങളുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ലഭ്യമായത് ജീവിതത്തിലെ അഭിമാനകരമായ ചരിത്ര മുഹൂർത്തമായി കാണുന്നുവെന്നും പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും മായാത്ത അടയാളമായി സൂക്ഷിക്കുമെന്നും NK പ്രേമചന്ദ്രൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ അദ്ദേഹത്തിൻ്റെ സ്മരണ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആ മതനിരപേക്ഷ കേരളത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടക്കമുള്ള ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കരുത്തായി മാറും, ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയല്ല,
സഹകരണ മനോഭാവത്തോടെ, സാഹോദര്യ മനോഭാവത്തോടെ, സൗഹാർദ്ദത്തോടുകൂടി അവനെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ജനാധിപത്യ മതേതര ശക്തികളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നിർണായകമായ ഘട്ടത്തിലാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ അവരുടെ നാമധേയത്തിലുള്ള ഈ മികവുറ്റ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ കരങ്ങളിൽ നിന്ന് അത് ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ള അഭിമാനം, ചാരിതാർത്ഥ്യം ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ റിലീഫ് സെൽ ജീവകാരുണ്യ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യപരമായ ദീനീ സംബന്ധമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തകരെ ഹാർദമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് നൽകിയിട്ടുള്ള ഈ ക്യാഷ് അവാർഡ് തീർച്ചയായും അത് ആ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാക്തീകരിക്കുന്നതിന് എൻ്റെ കൂടി പങ്കാളിത്തമായിരിക്കട്ടെ, എൻ്റെ കൂടി ഭാഗം അതിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ തുക ആ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയായി നീക്കിവെക്കണമെന്ന് വിനയപുരസ്സരം സംഘാടകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അത് ഞാൻ ബഹുമാനപ്പെട്ട മുനവറലി ശിഹാബ് തങ്ങൾ അവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായും അത് എൻ്റെ ഒരു ചുമതലയായി, സാമൂഹ്യ ഉത്തരവാദിത്വമായി കരുതിക്കൊണ്ട് തന്നെ അത് കൈപ്പറ്റണമെന്ന് കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് CCN മലപ്പുറം. കർഷകരുടെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികളും. പ്രതിഷേധ ട്രെൻഡ് എന്ന പേരിലാണ് SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുത്തക വിരുദ്ധ സമരം സംഘടിപ്പിച്ചത്. കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് എന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് പ്രതിഷേധ ട്രെൻഡ് എന്ന പേരിൽ SFI ജില്ലാ കമ്മിറ്റി വ്യാഴാഴ്ച കുത്തക വിരുദ്ധ സമരം സംഘടിപ്പിച്ചത്. മലപ്പുറത്ത് നിന്നും മഞ്ചേരി വരെ 14 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് വിദ്യാർത്ഥികൾ അന്നം തരുന്ന കർഷകരുടെ നിലനിൽപ്പിനായുള്ള ഐതിഹാസിക സമരത്തിന് പിന്തുണ അറിയിച്ചത്. വൈകിട്ട് 5-ന് തുടങ്ങിയ വിദ്യാർത്ഥി റാലി നഗരം ചുറ്റി ജില്ലാ കേന്ദ്രത്തിൽ സമരം നടത്തുന്ന കർഷക തൊഴിലാളികൾക്ക് അഭിവാദ്യമർപ്പിച്ചാണ് മഞ്ചേരിയിലേക്ക് പുറപ്പെട്ടത്. രാത്രിയോടെ റാലി മഞ്ചേരിയിലെത്തി. തുടർന്നു നടന്ന ധർണ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികളടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾ സമരത്തിന്റെ ഭാഗമായി. ജില്ലാ പ്രസിഡന്റ് അഫ്സൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം TP രഹന സബീന, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VY ഹരികൃഷ്ണപാൽ, അഹിജിത് വിജയൻ, ജില്ലാ സെക്രട്ടറി K സക്കീർ, സംസ്ഥാന കമ്മിറ്റി അംഗം സജാദ് എന്നിവർ നേതൃത്വം നൽകി. CCN മഞ്ചേരി. മുൻ കോൺഗ്രസ് നേതാവും ഒറ്റപ്പാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമൊക്കെയായിരുന്ന N ഉണ്ണിൻകുട്ടിയുടെ ചരമദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പർക്കോട് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം മണ്ഡലം മുൻ കോൺഗ്രസ് നേതാവും ഒറ്റപ്പാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒക്കെയായിരുന്ന N ഉണ്ണിൻകുട്ടിയുടെ ചരമദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK ജയരാജൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പർക്കോട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോസ് തോമസ്, ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, PB ബാലചന്ദ്രൻ, P ജഗദീഷ്, M മുഹമ്മദ് വാപ്പു, മുഹമ്മദ് അലി നാലകത്ത്, അലി അക്ബർ, M അൻഷിഫ് തുടങ്ങിയവർ സംസാരിച്ചു. CCN ഒറ്റപ്പാലം. താൽക്കാലിക പാലം നിർമ്മിച്ച് ടീം വെൽഫെയർ. മലപ്പുറം കീരങ്കുണ്ട് കുറുവ ചെറുപുഴയ്ക്ക് കുറുകെയാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചത്. കീരങ്കുണ്ട് കുറുവ ചെറുപുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലം പുതുക്കിപ്പണിയലിന്റെ ഭാഗമായാണ് കീരങ്കുണ്ട് കുറുവ പഴയ പാലം പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി മഴ കൂടി വന്നപ്പോൾ 2 പ്രദേശങ്ങൾ തമ്മിലുള്ള യാത്രയ്ക്ക് തടസ്സമാവുകയും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ജോലിക്ക് പോകാനും കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയുമാണിപ്പോൾ. ഇതേ തുടർന്നാണ് ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ ചേർന്ന് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ച് നൽകിയത്. CH സലാം, ലത്തീഫ് MK, അഷ്റഫ് NK, മുഹമ്മദ് അലി കൂരി എന്നിവരാണ് നേതൃത്വം നൽകിയത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവാസി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ UAE ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ SLC, +2 ഉന്നത വിജയികളെ അനുമോദിക്കലും വാട്ടർ പ്യൂരിഫയർ ഫിൽറ്ററുകളുടെ സമർപ്പണവും നടന്നു. മുൻ നഗരസഭാ ചെയർമാനും സ്കൂൾ വികസന സമിതി ചെയർമാനുമായ M മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു. EMS വിദ്യാഭ്യാസ കോംപ്ലക്സിലെയും പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളായവരുടെ മക്കളിലും ഉന്നത വിജയം നേടിയ 89 പേരെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. മുൻ നഗരസഭാ ചെയർമാനും സ്കൂൾ വികസന സമിതി ചെയർമാനുമായ M മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായിരുന്നു. പ്രവാസി കൂട്ടായ്മ കൺവീനർ റഫീഖ് സക്കറിയ കൂട്ടായ്മ പ്രവർത്തനത്തെപ്പറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ, ഹെഡ്മാസ്റ്റർ സക്കീർ ഹുസൈൻ,
പ്രവാസി കൂട്ടായ്മ UAE ചാപ്റ്റർ പ്രതിനിധികളായ അലി പറാത്തൊടി, മുഹമ്മദ് ഷാഫി, നൌഫൽ വീട്ടി എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ് ജനുവരി 12 ചൊവ്വാഴ്ച നടക്കും. നഗരസഭാ കൗൺസിൽ ഹാളിൽ കാലത്ത് 11 മണിക്കാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടക്കുക. പെരിന്തൽമണ്ണ നഗരസഭയുടെ 6ാമത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ കണ്ടെത്തുന്നതിനുള്ള തിരഞ്ഞെടുപ്പാണ് ജനുവരി 12 ചൊവ്വാഴ്ച കാലത്ത് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടക്കുക. നഗരസഭയിൽ 34 വാർഡുകളിൽ 20 LDFും 13 UDFും ഒരു സ്വതന്ത്രനും എന്ന നിലയ്ക്കാണ് കക്ഷിനില. നിലവിൽ നഗരസഭാ ചെയർമാനായി LDFിലെ P ഷാജിയും വൈസ് ചെയർപേഴ്സണായി നസീറയും ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസിലിലെ അംഗങ്ങളായ പത്തത്ത് ആരിഫ്, അമ്പിളി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയ കൗൺസിലർമാരുടെ പേരുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായാണ് സൂചന. കൂടാതെ പുതുമുഖ ും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവസരം നൽകുമെന്ന് സൂചനയും ലഭിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച കാലത്ത് 11 കഴിഞ്ഞാൽ മാത്രമേ നഗരസഭയുടെ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ചിത്രം വ്യക്തമാവുകയുള്ളൂ. CCN പെരിന്തൽമണ്ണ. വിളയൂരിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വിളയൂർ യൂണിറ്റ് നേതൃത്വത്തിലാണ് വിളയൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കിയത്. കൂരാച്ചിപ്പടി സെന്ററിലായിരുന്നു സ്വീകരണ പൊതുയോഗം നടത്തിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി നിയോജകമണ്ഡലം സെക്രട്ടറി KP റസാഖ് ശങ്കരമംഗലം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും ഇതിന്റെ ഈ നാടിന്റെ ഭാഗമാണ് എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതുമാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ് അതിനുണ്ടായ കാരണമെന്ന് അപ്പോൾ സംശയം വന്നേക്കാം. പക്ഷേ കോവിഡ് കാലഘട്ടത്തിലും പ്രളയത്തിന്റെ കാലഘട്ടത്തിലും നോട്ട് നിരോധനത്തിലും GSTയുടെ വിഷയത്തിലുമൊക്കെ കഴിഞ്ഞ 3-4 വർഷക്കാലമായി ചെറുകിടക്കാരുമായ വൻകിടക്കാരുമായിട്ടുള്ള കച്ചവടക്കാരൻ അതിദാരുണമായി വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് നിരോധനം വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതും കച്ചവടക്കാരാണ്. അതുപോലെ തന്നെ പ്രളയം വന്നപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം പൊങ്ങി ഒരുപാട് കടകൾ നശിച്ചു. ഒരുപാട് കടകൾക്ക് വൻകിട നാശനഷ്ടമുണ്ടായി. പക്ഷേ അവിടെ ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞങ്ങൾക്ക് കൈത്താങ്ങായി ഞങ്ങളുടെ ഒരു കൈ മാത്രമാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞ മാർച്ച് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മളതൊക്കെ വിട്ടുപോയി എന്ന് നമ്മുടെ മനസ്സ് പറയുന്നില്ല. ഏറ്റവും വലിയ ഭയത്തോടു കൂടി ഇന്നും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരാച്ചിപ്പടി യൂണിറ്റ് പ്രസിഡന്റ് അബുഹാജി, സെക്രട്ടറി ഹുസൈൻ, വൈസ് പ്രസിഡന്റ് ഹനീഫ, ട്രഷറർ നാരായണൻകുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജയ്ക്ക് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് KP നൌഫൽ തുടങ്ങി മറ്റു ജനപ്രതിനിധികളും മറുപടി പ്രസംഗവും നടത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.